ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലിജു എഴുതിയിരിക്കുന്നതിന് മുമ്പിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലിജു, സാങ്കല്പികമായ പേരാണേ. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഭാര്യ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. എൻ്റെ ഒരു ബന്ധു വഴിയാണ് ഭാര്യയുടെ ആലോചന വന്നത്. അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഭാര്യയും ടൗണിൽ തന്നെ അടുത്തടുത്ത സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. ആ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാനൊക്കെ എളുപ്പമല്ലേ. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചത്. എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല സ്വഭാവവും സൗന്ദര്യവുമുണ്ട്. എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരു പെണ്ണ് തന്നെയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവൾക്ക് ഈ പറഞ്ഞതുപോലുള്ള താല്പര്യമോ റൊമാൻറ്റിക്കായുള്ള പെരുമാറ്റങ്ങളോ ഒന്നുമില്ല. വളരെ സ്ട്രിക്റ്റായിട്ട് പല കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ശരിക്കും ഹോസ്പിറ്റൽ പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അവരുടെ മുന്നിൽ എങ്ങനത്തെ സ്വഭാവം കാണിക്കുമോ അതേപോലെ തന്നെ എന്നോടും വളരെ സ്ട്രിക്റ്റായിട്ട് ചേട്ടാ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഭരണമാണ്. പിന്നെ രാത്രിയിൽ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി അടുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും അവൾ ചോദിക്കും, ഇന്ന് അത്യാവശ്യമാണോ, എങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വയ്ക്കൂ, ഞാനിന്ന് ടയേർഡാണ് എന്ന് പറയും. പിന്നെ അതേപോലെ നാണമോ അല്ലെങ്കിൽ ലജ്ജയോ ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ പറയും, ഇന്ന് നിങ്ങൾക്ക് ഒരു ഉഷാറില്ലായിരുന്നു എന്നൊക്കെ അവസാനം പറയും മാഡം. ഇതിനിടയ്ക്ക് വലിയ രീതിയിലുള്ള എക്സ്പ്രഷൻസോ നാണമോ ഒന്നും കാണുന്നില്ല. ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സംശയമായി. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിട്ടു. അതായത് കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഞാൻ അടുത്ത് വരുമ്പോഴേക്കും നിനക്കെന്താ സാധാരണ പെണ്ണുങ്ങളുടെ രീതിയിലുള്ള ലജ്ജയൊന്നും ഇല്ലാത്തത്? നിനക്ക് എല്ലാത്തിനും സമ്മതമാണല്ലോ, നേരത്തെ വെൽ എക്സ്പീരിയൻസും ഉണ്ടോയെന്ന്. അതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോരും വഴക്കായിരുന്നു. അവളുടെ പ്രൊഫഷനെയും അവളെയും ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നാണ് അവൾ പറഞ്ഞത്. ആക്ച്വലി ഞാനങ്ങനെ മനസ്സിലൊന്നും വിചാരിച്ചില്ല. ഇവൾക്ക് വെൽ എക്സ്പീരിയൻസ് കാണുമോ എന്ന് മനസ്സിൽ തോന്നിയത് ശരിയാണ്. അത് ഏകദേശം പറയുകയും ചെയ്തു. അതോടുകൂടി അവൾ ഇവിടെയും അവളുടെ വീട്ടിലും വിളിച്ച് പറഞ്ഞ് ബഹളമുണ്ടാക്കി അവളുടെ വീട്ടിലേക്ക് പിണങ്ങിപ്പോയി. അങ്ങനെ 2-3 മാസം ഞങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലായിരുന്നു. പിന്നീട് വീട്ടുകാർ രണ്ടുപേരും കൂടി കണ്ടിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരും കൂടെ കൂട്ടി യോജിപ്പിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് പറഞ്ഞു, അവളും തിരിച്ചു പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലുള്ള ലജ്ജയോ അല്ലെങ്കിൽ വരുമ്പോഴേക്കും നാണം കൊണ്ട് ചുളുന്ന പെണ്ണൊന്നുമല്ല. അതെനിക്ക് ഈ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നേരത്തെ തന്നെ എല്ലാ ആൾക്കാരുടെ ശരീരമൊക്കെ കണ്ട് നേഴ്സിംഗ് പഠിക്കുമ്പോഴും അത് കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോഴും ഒക്കെ പരിചയമുള്ളത് കൊണ്ടാകാം. ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ അപ്പോളോട് പറഞ്ഞു. അങ്ങനെയല്ല, ഒരു ഭർത്താവ് റൊമാൻറ്റിക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഭാര്യയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാനും ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളും അത് മനസ്സിലാക്കി. ശരി, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് ആറ്റിറ്റ്യൂഡുകളും മനോവിഷമങ്ങളും ഒക്കെ പറഞ്ഞു പോകാം എന്ന് പറഞ്ഞാണ് തിരിച്ചു വന്നത്. പിന്നെയും അവൾ പഴയതുപോലെ തന്നെയായിരുന്നു. ഒരു ദിവസം ഞാൻ പിന്നെയും വഴക്കിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇതിനെപ്പറ്റി തുറന്ന് സംസാരിക്കണം. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ളൊരു പെണ്ണിനെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളിൽ എല്ലാം കൂട്ടു നിൽക്കുന്ന, പിന്നെ ഞാൻ വരുമ്പോൾ കുറച്ച് വികാരതരളിതയാകുന്ന, തുടങ്ങുമ്പോൾ ഭാര്യയ്ക്ക് ലജ്ജ വേണം, പിന്നെ അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ അവൾ എക്സ്പ്രസ് ട്രെയിൻ പോലെ കുതിച്ചു പായണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ അവളിനോട് പറഞ്ഞു, സത്യസന്ധമായി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഭാവാഭിനയങ്ങളൊന്നും കാഴ്ചവെക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സും എൻ്റെ ശരീരമൊക്കെ ഇങ്ങനെയാണ്, എനിക്കതുപോലെ തന്നെ പറ്റുകയുള്ളൂ. വേറെ ഒരാളായിട്ടൊന്നും മാറാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ദിവസം അവളോട് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മൗനം പാലിച്ചു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. അങ്ങനെ ഞാൻ അമ്മായിയമ്മയുടെ അടുത്ത് ചെന്നു. അമ്മായിപ്പൻ അവിടെ ഉണ്ടായിരുന്നില്ല, അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് പുള്ളിക്കാരി വിശദമായിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആശയപ്രശ്നങ്ങൾ മാത്രമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി അവൾ വിളിച്ചിരുന്നു, നിൻ്റെ കൂടി നീ താമസിക്കാൻ പറ്റില്ല, നീ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല,
ഞാൻ പറഞ്ഞത് വേറെ ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മയോട് ചോദിച്ചു, നീ പറ, എന്താ നീ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അവളൊരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളല്ലേ, എന്നിട്ടും ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചതാണ്. ഒരു പ്രത്യേക സ്വഭാവമാണ് പണ്ടേ, എന്തോ നേഴ്സായതിൻ്റെ വിവരമൊന്നും അവൾക്കില്ലെന്ന് തോന്നുന്നു മോനെ. അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറേണ്ടതല്ലേ. ഈ പെണ്ണിനെ എനിക്ക് പിടികിട്ടുന്നില്ല. കുറേ കാലം കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. നീ വന്നപ്പം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കൗൺസിലിങ്ങിനൊക്കെ പോകാൻ പറഞ്ഞിട്ടും ഇവളോട്ട് പോകുന്നുമില്ലല്ലോ എന്ന് അമ്മായിമ്മ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പറ, എന്തൊക്കെയാണ് നീ പറഞ്ഞു, നീ വിശദമായിട്ട് എനിക്ക് കേൾക്കണം. എനിക്കും നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, ഞാനും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ്, നിനക്ക് എന്നോടും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവൾക്ക് ഒരു റൊമാൻസുമില്ല. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ, ആ ഇന്ന് വേണോ, ഇന്ന് വേണ്ടയോ, ആ ഇന്ന് പറ്റും എന്നൊക്കെ ഇങ്ങോട്ട് ആദ്യമേ പറയുകയാണ്. സ്ത്രീ സഹജമായ യാതൊരു ലജ്ജയില്ല. അതുമാത്രമല്ല, ഒന്നും സന്തോഷകരമായി അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ നിങ്ങൾക്കുണ്ടല്ലോ ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു. വലിയ രീതിയിൽ എന്നോട് താല്പര്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും ഇഷ്ടങ്ങളോ ഒന്നും അവൾ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവളുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, നീ പറഞ്ഞത് സത്യമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സത്യമാണെന്ന്. ഒരു കാര്യം ചെയ്യേ, നീ ജോലി കഴിഞ്ഞ് വൈകിട്ട് ഇങ്ങോട്ട് വാ, അവളും ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. തൽക്കാലം നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണ്ട. നിന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ബിസിയാണ്, രാത്രി വരുള്ളൂ എന്ന് പറയാം. അവൾ ഈ വീട്ടിൽ വരുമ്പോഴേക്കും നീ ഇവിടെ കാണണം, എനിക്ക് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ബഹളം ഉണ്ടാക്കട്ടെ, അവളുടെ ഭരണമൊക്കെ അങ്ങ് ഹോസ്പിറ്റലിൽ മതി, എന്നോട് വേണ്ട. ഞാനാണെങ്കിൽ അവളുടെ പെറ്റമ്മയാണ്. ഇന്നെതിരെ നെല്ലും പതിരി ഞാൻ തിരിച്ചെടുക്കും, അച്ഛൻ എവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും അമ്മായിമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുസരിക്കണമല്ലോ, ആദ്യമായിട്ടല്ലേ അവർ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 5:30 ആയി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ വരികയും ചെയ്തു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതപ്പെട്ടു. എന്താ നിങ്ങളിവിടെ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, 10 മണിക്ക് വരുന്നൊക്കെയാണല്ലോ പറഞ്ഞത്, ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇവിടെ ഇരിക്കുന്നേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു എന്ന് പറഞ്ഞു. എന്താമേ, എന്തിനാണോ ചേട്ടനെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, എന്നിട്ട് ചായ കുടിക്കുക, അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടെന്നും. അപ്പോൾ അവൾ ചാടിത്തുള്ളിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു, നിങ്ങളാരാ ജഡ്ജിയോ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ? പാട്ടലയ്ക്ക് അത് പറയുന്നത് കേൾക്കടി എന്ന് പറഞ്ഞ് അമ്മ ഒരാട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവളൊന്ന് അടങ്ങി. പിന്നെ തിരിച്ചു വന്നിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഞാൻ രാവിലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഇന്നാളിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്ന് നീ പറഞ്ഞില്ല, വാലും തലയും ഒന്നുമില്ലാതെയാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ മോനോട് ചോദിച്ചിട്ടാണ് വിശദമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മകളുടെ കയ്യിലാണ് കുറ്റമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിത്തെറിച്ചു. ആഹാ, നിങ്ങളപ്പോൾ എൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണോ അമ്മയുടെ അടുത്ത് വന്നതെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ യഥാർത്ഥ കംപ്ലൈൻറ്റുകൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ മിണ്ടരുത്, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നീ യെസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അമ്മ ഇപ്പം ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങി. ഇടി, ഇവനടുത്ത് വരുമ്പോൾ ഇന്ന് പറ്റും ഇന്ന് പറ്റില്ല എന്നൊക്കെ നീ പറയുമോ? അപ്പോൾ അവൾ പറഞ്ഞു, ആ പറ്റും, ആ പറ്റില്ല എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ വേണ്ടേ? നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ടും നമ്മളുടെ ക്ഷീണമൊക്കെ അനുസരിച്ചിട്ട് വേണ്ടേ നമ്മൾ തയ്യാറാകാൻ? അല്ലാതെ ഭർത്താവ് വരുമ്പോഴെല്ലാം അങ്ങ് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അതിലൊരു പോയിൻ്റുണ്ട്, നീ ശരിക്കും അവളോട് സന്നദ്ധയാണെന്ന് ചോദിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മിസ്റ്റേക്കാണ്, അത് ഞാൻ മാറ്റാം, ഇനി അവൾ റെഡിയാണെന്ന് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞു. എടി, അവനടുത്ത് വരുമ്പോൾ നിനക്ക് യാതൊരു വിധത്തിലുള്ള സ്നേഹപ്രകടനങ്ങളുമില്ല, ലജ്ജയുമില്ല, അതുമാത്രമല്ല നീ ഒന്നും ആസ്വദിക്കുന്നുമില്ല. അവനോട് തിരിച്ച് നിനക്ക് ഒന്നും സ്നേഹം പ്രകടിപ്പിക്കാനുമില്ല. ഇങ്ങനെ പ്ലെയിനായിട്ടാണോടി ആണുങ്ങളുമായിട്ട് ജീവിക്കേണ്ടത്? ഭർത്താവെന്ന് പറയുമ്പോഴും ഭാര്യ എന്ന് പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല കാര്യങ്ങൾക്കും ചൂട്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിജ്വലിക്കാൻ വേണ്ടിയാണ് ഭാര്യയും ഭർത്താവാകുന്നത്. തീ കൊളുത്തി പുകഞ്ഞ് പുകഞ്ഞ് അവസാനം ആളിക്കത്തണം. അതാടി ബന്ധം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ വേണം. അതുമാത്രമല്ല, ഭാര്യയിൽ നിന്നുള്ള ഓരോ സ്നേഹപ്രകടനങ്ങളും ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ എന്തിനാണ് നേഴ്സിംഗ് പഠിച്ചത്? അതിനകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് ഉണ്ട്, അതിന് നീ പോകില്ല. നിനക്ക് ആക്ച്വലി എന്താ
എന്താ കുഴപ്പം? നീ ഇവനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കല്യാണം കഴിച്ചു തന്നത്? അപ്പോൾ ഭർത്താവിനോട് ഇഷ്ടത്തോടുകൂടി പെരുമാറണ്ടേ? ഇനിയിപ്പോൾ ഞാൻ തന്നെ നിനക്ക് എല്ലാം ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തരണോ? നിനക്ക് മാറിക്കൂടെ? അവൻ്റെ ഇഷ്ടത്തിൽ നിന്നുകൂടെ? അവനെ സ്നേഹിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ഭാര്യനോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ അമ്മയുടെ കാര്യമാണെന്ന്. ഉടനെ അമ്മായിയമ്മ പൊട്ടിത്തെറിച്ചു. എന്താടി, നിൻ്റെ ഭർത്താവിൻ്റെ കാൽ വന്ന് ഞാൻ പിടിച്ചു വലിച്ചു ആ സമയത്ത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, ചേട്ടാ, അമ്മയോട് നിങ്ങൾ ഏറ്റവും കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെ കിടപ്പറയിൽ ഉണ്ടാകുന്ന രഹസ്യങ്ങൾ വരെ അത് നിങ്ങൾ ഒരിക്കലും പറയരുതായിരുന്നു. ഇവരൊരു യക്ഷിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മ നമ്മളെ ചേർത്ത് വെക്കാൻ നോക്കുകയാണെന്ന്. അമ്മ ചേർത്ത് വെക്കാൻ നോക്കുന്നു. ഇവർക്ക് നല്ല പ്രായമുണ്ട്, എന്നാലുമില്ലേ ഇവർ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു സ്ത്രീയല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നിൻ്റെ അമ്മയല്ലേ? അമ്മയെക്കുറിച്ച് നീ ഇങ്ങനെയാണോ പറഞ്ഞത്? ദേഷ്യമുണ്ടെന്ന് വെച്ചിട്ട് നീ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭാര്യ എൻ്റെ തോളിൽ വന്ന് കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ചേട്ടാ, ഞാനിങ്ങനെ ആയതിന് കാരണം ഇവരാണ്. എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയും അവളോട് കയർക്കാൻ തുടങ്ങി. എടി, നീ എന്ത് കള്ളക്കഥയാ പറഞ്ഞു വരുന്നത്? എൻ്റെ മോനോട് നീ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോഴേക്കും അവളിനോട് പറഞ്ഞു, ഇവർ പറഞ്ഞത് വിശ്വസിക്കരുത്. ഇവർക്ക് നോട്ടം നിങ്ങളെയാണ്. ഇപ്പോൾ തൽക്കാലം ആരും കാണില്ല. നിങ്ങൾ പറയുന്ന ഭ്രാന്ത് അത് എൻ്റെ അമ്മയ്ക്കാണുള്ളത്. ചിലപ്പോൾ എന്നെ അല്ലാതെ എൻ്റെ അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? നിനക്ക് വട്ടാണോ എന്ന് പിന്നെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ തുറന്ന് പറഞ്ഞു, അമ്മായിയമ്മ പണ്ട് മുതലേ ഭർത്താവിനെ വഞ്ചിക്കുന്ന കൂട്ടത്തിലാണ്. ഇവർ 2 പേരുണ്ട്. ഇവൾക്കൊരു ചേട്ടനുമുണ്ട്. അവർ 2 പേരും ഉറങ്ങിക്കഴിയുമ്പോഴേക്കും അമ്മായിയമ്മ വേറൊരു മുറിയിൽ പോയി കിടക്കുമായിരുന്നത്രേ. അച്ഛൻ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം. ഇത് ഇത്തിരി വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൾ കണ്ടുപിടിച്ചു. കൂടെ ഉറങ്ങാൻ കിടക്കുന്ന അമ്മ അച്ഛനില്ലാത്ത രാത്രികളിൽ രാത്രി ഉണർന്നു കഴിഞ്ഞാൽ കൂടെ കാണില്ല. നോക്കുമ്പോൾ വീട്ടിലെ വേറെ മുറിയിലാണ്. ഭാഗ്യത്തിന് ആ മുറിയിൽ ഒളിഞ്ഞു നോക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ചെറുപ്പകാലം മുതൽ അമ്മയുടെ സ്വഭാവം കാണുകയാണ്. ഈ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു നിയന്ത്രണവുമില്ല. ശരിക്കും വട്ടുപിടിച്ച പോലെയുള്ള ഒരു ആർത്തിയാണ്. ഭർത്താവ് പുറത്തു പോകുന്ന ദിവസങ്ങളിൽ അമ്മ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവസരം കൊടുക്കും. അമ്മയുടെ പ്രധാന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ റിപ്പീറ്റ് ചെയ്യില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ 2-3 തവണ അമ്മയെ കാണാൻ വരികയുള്ളൂ. ബാക്കിയെല്ലാം ഫ്രഷാണ്. എവിടെ പോയാലും അമ്മ ടാർഗറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടിലുള്ള അമ്മയ്ക്ക് താല്പര്യമുള്ളവരോട് അങ്ങോട്ട് കയറി സംസാരിക്കും. അവരുടെ ഫോൺ നമ്പർ കരസ്ഥമാക്കും. എന്നിട്ട് അവരെ അച്ഛൻ പോകുന്ന സമയത്ത് രാത്രിയിൽ ഓരോരുത്തരെയായി അമ്മ വിളിച്ചു വരുത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ മകൾ കണ്ടുപിടിച്ചു. അവൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുട്ടുകുത്തി നിന്നുള്ള മുട്ടിപ്പായ മുടിയാട്ടം മുതൽ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ആദ്യം പേടിയോടുകൂടിയാണ് അവൾ ഇതൊക്കെ കണ്ടിരുന്നത്. പിന്നീട് അവൾ ഉറക്കം നടിച്ചു കിടക്കും. അത് കഴിഞ്ഞ ശേഷം സ്വന്തം സഹോദരനെ വിളിച്ചുകൊണ്ട് അവിടെ പോയി അമ്മയുടെ ലീലാവിലാസങ്ങൾ 2 പേരും മാറി മാറി കണ്ടിട്ടുണ്ട്. അമ്മ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ ഉറക്കം നടിക്കുകയും ചെയ്യും. അച്ഛനില്ലാത്ത ദിവസങ്ങൾ വരാൻ വേണ്ടി ഇവർ കാത്തിരിക്കും. 2 പേരും മാറി മാറി ഇത് ആസ്വദിക്കുമായിരുന്നു. അവളുടെ സഹോദരന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. പല പെണ്ണുങ്ങളുടെയും പുറകെ പോകും. അയാൾ ഇന്നുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഓരോ പെണ്ണുങ്ങളെയായി നോക്കി നടക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ട എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയത് വേറൊരു കാര്യമാണ്. കണ്ട് അമ്മയോട് ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പായി. അതുമാത്രമല്ല, ഇതൊന്നും വലിയ കാര്യമല്ലെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അവൾക്ക് താല്പര്യമില്ലായ്മയാണ് തോന്നിയത്. വിവാഹമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് അവൾ ജീവിക്കുകയായിരുന്നു. ഈ രഹസ്യങ്ങളൊന്നും അവൾ കൂട്ടുകാരോടോ അമ്മയോടോ സ്വന്തം അച്ഛനോടോ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു പാവമാണെന്ന് വിചാരിച്ചാണ് സമ്മതിച്ചത് എന്നാണ് അവൾ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ കണ്ണൊക്കെ തുറച്ചു വന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയും കാലമായിട്ട് സ്വന്തം മകളും മകനുമൊക്കെ ഈ കാര്യം അറിഞ്ഞു എന്നുള്ളത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വല്ലാത്ത അത്ഭുതമായിരുന്നു. അവർ ഉടനെ തന്നെ അവളോട് സോറി പറഞ്ഞു. നീ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ അച്ഛനോടല്ല ആരോടും പറഞ്ഞിട്ടില്ല. അവളും സഹോദരനും കൂടെ അധികം ഇപ്പോൾ മിണ്ടാറുമില്ല. കാര്യം അവൻ വേറെ രീതിയിൽ നടക്കുകയല്ലേ.
ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, വളർത്തു ദോഷം അല്ലെങ്കിൽ വളർന്നതിൻ്റെ ദോഷമാണ്. അവളെ കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ ഭാര്യയെ എനിക്ക് ഇനിയിപ്പോൾ ഒരു രീതിയിലും കുറ്റപ്പെടുത്തി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു, ഇനി നമുക്ക് ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട, നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഡോക്ടർമാരെ കാണിച്ചു. പക്ഷേ അവൾക്ക് അറിവുള്ളതുകൊണ്ടായിരിക്കും മാഡം ഇതിനെക്കുറിച്ചൊക്കെ ഒരു രീതിയിലുള്ള മെച്ചപ്പെടലും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടും അവിടെ മനസ്സ് അങ്ങനെ തന്നെയായിരുന്നു. 3-4 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു, കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അവളാണെങ്കിൽ അതിനോടൊന്നും ഒരു രീതിയിൽ സഹകരിക്കുന്ന രീതിയിലല്ല കാണുന്നത്. പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സാകുകയും ചെയ്തു. ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ അമ്മായിയമ്മ കുറച്ചു കാലത്തേക്ക് ഞങ്ങളോട് മിണ്ടില്ലായിരുന്നു. ഏകദേശം 1.5 മാസത്തോളം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ടും വന്നില്ല. അച്ഛനെ മാത്രം ഞങ്ങൾ ഫോണിൽ വിളിച്ച് മാനേജ് ചെയ്തു. തിരക്കാണെന്ന് പറഞ്ഞു. പിന്നീട് പതുക്കെ അമ്മായിയമ്മ വിളിച്ചു തുടങ്ങി, ഞങ്ങൾ മിണ്ടിയും തുടങ്ങി. എങ്കിലും വീട്ടിൽ എല്ലാ ദിവസമൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഞങ്ങൾ പോകുന്നത് നിയന്ത്രിച്ചു. മാസത്തിൽ 1-2 വട്ടം മാത്രം പോയി ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോകും. ഈ വിഷയത്തെപ്പറ്റി ഒന്നും പറയുകയുമില്ല. ഒരു ദിവസം വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അമ്മയ്ക്ക് എന്തോ ഫിസിഷ്യനെയോ മറ്റോ കാണുമെന്ന്. ഇവിടെ 3:30 ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യേ, ആ സമയമാകുമ്പോഴേക്കും അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, വിളിച്ചുകൊണ്ട് വരാമെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മനെ വിളിച്ചു, എടാ ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ കണ്ണൂർ പോയേക്കാണ്, ഒരു കാര്യം ചെയ്യേ, നീ ഉച്ചയ്ക്ക് വരണേ, ഞാൻ മോളോട് പറഞ്ഞിരുന്നു, അവളെ വിളിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൾ വിളിച്ചിരുന്നു, ഞാൻ ഉച്ചയ്ക്ക് വരാമെന്നു. എനിക്കൊരു കാര്യം ചെയ്യും, നീ ഇത്തിരി നേരത്തെ പോരെ, ഊണ് കഴിച്ചിട്ട് നമുക്ക് 2 പേർക്കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞങ്ങൾ ഊണ് കഴിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് കഴിച്ചോളാന്ന്. നീ വാടാ. ഓ നിനക്ക് നേരത്തെ വരാൻ പറ്റില്ലായിരിക്കും, നിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ നിന്നെ പിടിച്ച് വീഴുങ്ങുമെന്ന്, അതുകൊണ്ട് നീ വരില്ല. അവളെന്ന് പറഞ്ഞതിലൊക്കെ കുറച്ച് സത്യമുണ്ട്. എന്ന് വെച്ച് അവളങ്ങ് നിഘണ്ടു പോലെ ആൾക്കാരുടെ പേര് പറഞ്ഞ പോലൊന്നുമില്ല. ശരിയാ, 1-2 പേര് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നീ എൻ്റെ മരുമോനല്ലേ, അല്ലാതെ ഇവള് പറഞ്ഞതുപോലെ ഞാൻ എല്ലാവരും നോക്കിയിരിക്കുകയാണോ? എത്ര നാളായടാ ഞാൻ നിനക്ക് ചോറൊക്കെ വിളമ്പി തന്നിട്ട്. ഞാൻ വെച്ച് കാത്തിരിക്കാം, നീ ഇങ്ങോട്ട് വാ മോനെ. പിന്നെ ആ മൂധവിയോട് പറയണ്ട, അവൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടങ്കോലിടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മേ, ഞാൻ ആ സമയത്ത് വന്നാൽ പോരെ? അല്ലടാ നീ ഒന്ന് വാ, ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി 2-3 കറിയും കൂട്ടാനും കൂടെ ഉണ്ടാക്കാം, നീ വാടാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഏകദേശം 1:45 ഞാനിവിടെ ചെന്നു. മാഡം എനിക്കവർ വിഭവസമൃദ്ധമായി എല്ലാം ഉണ്ടാക്കി തന്നു. ഞാൻ കഴിച്ചിട്ട് സോഫയിലിരുന്നു. അവരെനിക്ക് ഇത്തിരി ജ്യൂസ് കൊണ്ട് തന്നു. അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒരുങ്ങ്, നമുക്ക് പോകാമെന്ന്. അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. ആ ഒരുങ്ങാടാ, ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ്, ഇനി അങ്ങ് ഒരുങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങളുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ തുടങ്ങി. കുടുംബ വിഷയമാണ് സംസാരിക്കുന്നത്, അപ്പോൾ മറുപടി കൊടുക്കണ്ടേ? ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും പെട്ടെന്നാണ് അവർ അതിർത്തി താണ്ടി വന്നത്. അവർക്ക് എവിടെയാണോ ലക്ഷ്യസ്ഥാനം അവിടേക്ക് അവർ പെട്ടെന്ന് തന്നെ ഒരു പൂട്ടുമുറുക്കി പോലെ എനിക്ക് തോന്നി. എന്താണ് തമ്മേ എന്ന് ചോദിച്ച് ഞാൻ തട്ടിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവരെന്നോട് പറഞ്ഞു, എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ, നീ അവളെ കൊണ്ട് പല ഡോക്ടർമാരെ കാണാൻ പോയില്ലേ? ഞാനിതൊക്കെ അറിഞ്ഞു. അവളുടെ പ്രശ്നം ഇപ്പോഴെങ്ങും തീരില്ല. അവൾ മരുഭൂമിയാടാ, അവളൊരു മരത്തടി പോലെ ആയിരിക്കും. അവളെ നീ ഇവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ശരിയാകില്ല. ഞാൻ പറഞ്ഞു നിങ്ങളാണ് കാരണക്കാരി. അതെ ഞാനാണ് കാരണക്കാരി. മിടുക്കുള്ളവളായിരുന്നെങ്കിൽ അവൾ കണ്ടുപിടിച്ചേനെ. അതുമാത്രമല്ല ഭർത്താവിനെയും സന്തോഷമായി കൂടെ നിർത്തിയേനെ. ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒരു മൽപ്പിടുത്തം നടത്തി. പക്ഷെ അവർ പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ അറിയാൻ പറ്റാത്തത് ഒരു വട്ടം നീ അറിയണം. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് എന്താണ് കിട്ടാതെ പോയത്, എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാകുള്ളൂ എന്ന് പറഞ്ഞ് അവർ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ മുത്തമിട്ടു. അത് കഴിഞ്ഞ ശേഷം ബലമായിട്ടാണ് മാഡം അവരുടെ ചില പ്രവൃത്തികൾ. അത് എനിക്ക് എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ആ സമയത്ത് വേറെന്തൊക്കെയോ തോന്നിയിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചതല്ലല്ലോ എൻ്റെ വിവാഹ ജീവിതത്തിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കൈകടത്തലുകൾക്കുള്ളിൽ എൻ്റെ എല്ലാ സ്വത്വങ്ങളും വെളിയിലായ സ്വത്വങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്വന്തമായി. അന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ച വന്യത അവരിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു സ്ത്രീക്ക് പുരുഷനുള്ള സ്നേഹവും ആവേശവും അന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ വേറെങ്ങും പോകേണ്ടി വന്നില്ല. പരിമിതമായ സ്ഥലമാണെന്നോ സ്വീകരണ മുറിയാണെന്നോ ഒന്നും നോക്കിയില്ല. അന്ന് ഏകദേശം 1.5 മണിക്കൂർ എൻ്റെ ഭാര്യയുടെ കോൾ വരുന്നത് വരെ അവിടെ ആടിത്തിമിർത്ത പാഠഭാഗങ്ങൾ എനിക്കിവിടെ വർണ്ണിക്കാൻ പറ്റുകയില്ല.
പിന്നീട് വരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് അവസാനത്തെ പാഠത്തിലേക്ക് കടന്നത്. അപ്പോഴേക്കും എല്ലാം ഓക്കെ ആയിരുന്നു. ശരിക്കും അമ്മായിയമ്മയെ പോയിട്ട് പൂജിച്ച് സ്തുതിപാഠകനായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ പുഞ്ചിരിയോടുകൂടിയാണ് രസിച്ച് എൻ്റെ കൂടെ യാത്ര ചെയ്തത്. എനിക്കാണെങ്കിൽ കുറ്റബോധമുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, കുറ്റബോധമൊക്കെ തൽക്കാലം കയ്യിൽ വെച്ചോളൂ. നിൻ്റെ ഭാര്യ മെച്ചപ്പെട്ട് എന്നെപ്പോലാകുകയാണെങ്കിൽ നീ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ സഹായത്തിന് കാണുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നേ വരെ എൻ്റെ ഭാര്യ മെച്ചപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ കുറവുകളെല്ലാം അമ്മായിമ്മയുമായിട്ട് എനിക്ക് സംവാദത്തിൽ കൂടി തീർക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അമ്മായിച്ചനും അറിഞ്ഞിട്ടില്ല. അവരുടെ മകൻ പിന്നെ ഇവിടോട്ടെങ്ങും വരാറുമില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പോക്ക്. ഇപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഞങ്ങൾ തമ്മിൽ ഒരു വിധത്തിലുമുള്ള ഒന്നുമില്ലാതിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആവേശം കൂടുകയാണ്, അമ്മായിമ്മയ്ക്കും ആവേശം. ഈ ബന്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. എങ്ങനെ വേണമെങ്കിലും അവസാനിക്കാം. ഒന്നുകിൽ രഹസ്യമായി സ്മൂത്തായിട്ട് പോകാം, അല്ലെങ്കിൽ അമ്മായിച്ചൻ ഉൾപ്പെടെ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞ് പ്രശ്നങ്ങളാകാം. ഇല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് നിങ്ങളുടെ ഭാര്യയുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നും അറിയില്ല. കാരണം ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല ഡീൽ ചെയ്യേണ്ടത്. ഇത്രയും ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി. ഭാര്യയെ കുറേ ഡോക്ടർമാരെയൊക്കെ കാണിച്ചെങ്കിലും അവിടെ സക്സസ് ആയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയുടെ നിസ്സഹരണം കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും അവർക്കും ഇതിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അമ്മായിയമ്മ അവർ നല്ല സ്ത്രീയല്ലെന്നും തൽപര കക്ഷിയാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങൾ ആ വെട്ടിൽ പോയി വീണല്ലോ, അതിലാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരുടെ ആ ആറ്റിറ്റ്യൂഡിനെ നിങ്ങൾക്ക് നിരസിക്കാനോ അല്ലെങ്കിൽ അതിന് കടന്നു വന്ന അവരെ തിരിച്ച് അയക്കാനോ നിങ്ങൾക്ക് പറ്റിയില്ല. നിങ്ങൾ അതിലേക്ക് വീണുപോയി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും രഹസ്യമായിട്ട് ബന്ധം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രഹസ്യമായ ബന്ധങ്ങളിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടാകുക എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ അത് നിർത്തുക, അല്ലെങ്കിൽ എല്ലാ രഹസ്യ ബന്ധങ്ങളിലും ഉള്ളതുപോലെ അത് രഹസ്യമായി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നായാലും താങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നേരിടേണ്ടി വരും എന്ന് വിചാരിച്ച് ഒരു രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുക. അതല്ലേ പറ്റുകയുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ. പക്ഷേ അമ്മായിമ്മയുടെ ക്യാരക്ടർ അത് വളരെ മോശമായൊരു ക്യാരക്ടറാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ആത്മാർത്ഥതൊന്നും കാണില്ല. അവർക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അത് മാത്രമല്ല ഇപ്പോഴും എത്ര ആളുകളുടെ കൂടെ അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ആക്റ്റീവ്നെസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും റിസ്ക്കും അതിൻ്റെ കൂട്ടത്തിൽ വേറെയും വരാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ചുമ്മാ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം രസമാണെന്ന് പറഞ്ഞ് അതിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകേണ്ട ഒരു ബന്ധമാണത്. അത് നിർത്തുന്നതാണ് നല്ലത്. കാര്യം ഇത് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാര്യം അത് പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ ദോഷങ്ങളും ചെയ്യും. പോസിറ്റീവായിട്ട് അതിൽ വലുതായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് ഞാനതിനെ അനുകൂലിക്കുന്നില്ല.